നമസ്കാരം, വാർത്തകളിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് പ്രളയ സമാനമായ സാഹചര്യം സൃഷ്ടിച്ച അതിതീവ്ര മഴ തുടരുകയാണ്. മൂവാറ്റുപുഴയാർ, മീനച്ചിലാർ തുടങ്ങി പ്രമുഖ നദികളെല്ലാം കരകവിഞ്ഞൊഴുകുന്നതോടെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ജനജീവിതം പൂർണ്ണമായും സ്തംഭിച്ച അവസ്ഥയാണ്. പത്തനംതിട്ട ജില്ലയിലെ മലയോര മേഖലകളിൽ പെയ്യുന്ന കനത്ത മഴയെ തുടർന്ന് പമ്പാ നദി കരകവിഞ്ഞൊഴുകുകയാണ്. റാന്നി ടൗണിലും സമീപ പ്രദേശങ്ങളിലും വൻതോതിൽ വെള്ളം കയറി. 2018 മഹാപ്രളയത്തിന് സമാനമായി അപ്രതീക്ഷിതമായാണ് വെള്ളം ഉയർന്നതെന്ന് പ്രദേശവാസികൾ സാക്ഷ്യപ്പെടുത്തുന്നു. പല വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി കനത്ത നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രളയബാധിത പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്നതിനുള്ള രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. കോട്ടയം, ഇടുക്കി അതിർത്തി ഗ്രാമമായ കോരുത്തോട്ടിൽ അഴുതാ നദി കരകവിഞ്ഞൊഴുകുന്നതിനാൽ പ്രദേശവാസികൾ കടുത്ത ആശങ്കയിലാണ്. പ്രളയത്തിൽ തകർന്ന തോപ്പിൽ പാലത്തിനു പകരം നാട്ടുകാർ സ്വന്തം നിലയിൽ നിർമ്മിച്ച തൂക്കുപാലത്തിന് മുകളിലൂടെ മലവെള്ളപ്പാച്ചിലുണ്ടായതിനാൽ പാലം ഇപ്പോൾ കടുത്ത അപകടാവസ്ഥയിലാണ്. ഇതിനു പുറമെ എറണാകുളം, ഇടുക്കി ജില്ലകളിൽ കഴിഞ്ഞ രാത്രി മുതൽ മഴ ശക്തമായതോടെ മൂവാറ്റുപുഴയാറിലും ജലനിരപ്പ് അപകടകരമായ അളവിൽ ഉയർന്നു. താഴ്ന്ന പ്രദേശമായ ഇലാഹിയ നഗറിൽ വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ജനങ്ങളുടെ സാധന സാമഗ്രികൾ സന്നദ്ധ പ്രവർത്തകരുടെയും അധികൃതരുടെയും നേതൃത്വത്തിൽ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി സ്ഥാപിച്ചു വരികയാണ്. കോട്ടയം ജില്ലയിലെ കിഴക്കൻ മലയോര മേഖലകളിൽ പെയ്യുന്ന അതിതീവ്ര മഴയെ തുടർന്ന് മീനച്ചിലാർ കരകവിഞ്ഞ് ഈരാറ്റുപേട്ട ടൗൺ പൂർണ്ണമായും വെള്ളത്തിനടിയിലായി. ഈരാറ്റുപേട്ടയ്ക്ക് സമീപമുള്ള മൂന്നിലവ്, പൂഞ്ഞാർ, പയ്യാനിത്തോട്ടം, കൂട്ടിക്കൽ എന്നിവിടങ്ങളിൽ ഉരുൾപൊട്ടലുകൾ ഉണ്ടായതായി അധികൃതർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. വട്ടക്കയം ഉൾപ്പെടെയുള്ള ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നുള്ള മലവെള്ളപ്പാച്ചിൽ താഴ്വാരങ്ങളെ വലിയ ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ്. ഈരാറ്റുപേട്ട വാഗമൺ റോഡിലേക്ക് മണ്ണിടിഞ്ഞു വീണ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. കൂടാതെ പാല, ഈരാറ്റുപേട്ട, കാഞ്ഞിരപ്പള്ളി റോഡുകളിലും വലിയ രീതിയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. വാഗമൺ മലനിരകളിൽ നിന്നുള്ള തീക്കോയി ആറ്, പൂഞ്ഞാർ ആറ്, ചിറ്റാർ എന്നിവ ഈരാറ്റുപേട്ടയിൽ സംഗമിക്കുന്നതാണ് പ്രദേശത്ത് പെട്ടെന്നുള്ള വെള്ളപ്പൊക്കത്തിന് കാരണമാകുന്നത്. സംസ്ഥാനത്തിലെ മറ്റ് പല ഭാഗങ്ങളിലും കനത്ത മഴയെ തുടർന്ന് വലിയ യാത്രാ ബുദ്ധിമുട്ടുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പാലക്കാട്, അലനല്ലൂർ, എടത്തനാട്ടുകര റൂട്ടിലെ കണ്ണംകുണ്ട് നിലമ്പതിപ്പാലം പൂർണ്ണമായും വെള്ളത്തിനടിയിലായി. കൊല്ലത്ത് പുനലൂർ, ചാലിയക്കര, പത്തുപറ പാലത്തിൽ വെള്ളം കയറി ഗതാഗതം നിലച്ചപ്പോൾ കോഴിക്കോട് താമരശ്ശേരി, ഈങ്കാപ്പുഴ, അങ്ങാടിയിൽ കനത്ത വെള്ളക്കെട്ട് രൂപപ്പെട്ട് കടകളിലും റോഡിലും വെള്ളം കയറി. തെക്കൻ ഗുജറാത്ത് തീരം മുതൽ വടക്കൻ കേരള തീരം വരെ നിലനിൽക്കുന്ന തീരദേശ ന്യൂനമർദ്ദ പാത്തിയുടെ സ്വാധീന ഫലമായാണ് സംസ്ഥാനത്ത് മഴ കനക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 11 ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലർട്ടും നൽകിയിട്ടുണ്ട്. കനത്ത മഴയെ തുടർന്ന് വരും മണിക്കൂറുകളിൽ ഉണ്ടാകാനിടയുള്ള യാത്രാക്ലേശവും വെള്ളക്കെട്ടും കണക്കിലെടുത്ത് എറണാകുളം, ആലപ്പുഴ, വയനാട്, കാസർഗോഡ് എന്നീ 4 ജില്ലകളിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരി, വടകര താലൂക്കുകൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കടൽ അതീവ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ യാതൊരു കാരണവശാലും കടലിൽ പോകരുതെന്ന് അധികൃതർ കർശന നിർദ്ദേശം നൽകി. മലയോര മേഖലകളിലേക്കുള്ള രാത്രികാല യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. പൊതുജനങ്ങൾ നദികളിലോ തോടുകളിലോ ഇറങ്ങരുതെന്നും താഴ്ന്ന പ്രദേശങ്ങളിലും ഉരുൾപൊട്ടൽ സാധ്യതയുള്ള ഇടങ്ങളിലും ഉള്ളവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കാൻ തയ്യാറാകണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.